ഹായ് മക്കളെ, നിങ്ങളുടെ ലച്ചൂമസ് ആണ്. വെൽക്കം ടു ഈഗൽ ലേണിംഗ്. നിങ്ങൾ എല്ലാവരും എക്സാമിന്റെ പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? പല ആളുകൾക്കും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും. കാരണം ബേസിക് സയൻസ് എക്സാം ആണ്. ഒബ്വിയസ്ലി ആ ഒരൊറ്റ പരീക്ഷയ്ക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് എഴുതാനുണ്ട് എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. കൺസെപ്റ്റ് മാത്രം പോരാട്ടോ, അതിന്റെ പാരലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോണ്ടന്റ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ കോണ്ടന്റ് വീഡിയോനകത്ത് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. എക്സാമിനും ഇതേ പാറ്റേൺ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഞാൻ പറഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. കാരണം എന്താണെന്നറിയോ, എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ യു ഹാവ് ടു ഐഡന്റിഫൈ ഈ ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക് റിലേറ്റഡ് ആണ്, ഈ ഒരു ചോദ്യത്തിന് എങ്ങനെയാണ് ഞാൻ ആൻസർ എഴുതേണ്ടത്, എത്രത്തോളം ഞാൻ ആൻസർ എഴുതണം, അതൊക്കെ നമ്മൾ എക്സാം ഹാളിൽ പോയിട്ടല്ല ആലോചിക്കേണ്ടത്. അതിൻ്റെ മുന്നേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചുള്ള ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എക്സാംസിന് നമുക്ക് തരുന്ന ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ട്. ഇപ്പോൾ കെമിസ്ട്രി ആണെങ്കിൽ 40 minutes ആയിരിക്കും എക്സാം അല്ലേ? ആ 40 മിനിറ്റിൽ അരമണിക്കൂർ വേണം നിങ്ങൾക്ക് ശരിക്കും ആ എക്സാം എഴുതി തീർക്കാൻ. പക്ഷേ എന്ത് വേണം? ഫുൾ കോൺഫിഡൻസ് വേണം. ബിലീവ് ഇൻ യുവർ സെൽഫ്. നത്തിങ് ഇസ് ഇമ്പോസിബിൾ അല്ലേ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മുടെ ചുറ്റുമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നില്ല, ലാഗ് അടിക്കുന്നില്ല, നമുക്ക് വേഗം നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം എന്താണ്? മാലിബിലിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. എന്താണ്? ലോഹങ്ങളുടെ സവിശേഷതകളാണ് മാലിബിലിറ്റിയും ഡക്റ്റിലിറ്റിയും. അത് എന്തൊക്കെയാണെന്ന് പഠിക്കണം. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ അടിച്ചു പരത്തി തിൻ ഷീറ്റാക്കി മാറ്റുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ തിൻ വയറാക്കി മാറ്റാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. ആദ്യത്തെ ചോദ്യം, വിച്ച് ഇസ് ദ മോസ്റ്റ് മാലിബിൾ മെറ്റൽ? മാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. വോള്യൂം 1 അകത്ത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 87. ഏതാണ്? പേജ് നമ്പർ 87 അകത്ത് കൃത്യമായിട്ട് 86, 87 ഓക്കെ, ഈ രണ്ട് പേജിനകത്ത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. മോസ്റ്റ് മാലിബിൾ മെറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? മോസ്റ്റ് മാലിബിൾ മെറ്റൽ എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. ഏതാണ്? സ്വർണം. AU സിമ്പിൾ ഏതാണ് വരുന്നത്? ഗോൾഡ് ആണ്. AU ആണ് വരുന്നത്. അടുത്ത ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഈസ് ദ മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ? ഡക്റ്റിലിറ്റി കൂടിയ മെറ്റൽ ഏതാണ്? തിൻ വയറാക്കി മാറ്റാൻ കപ്പാസിറ്റി ഉള്ളത് ഏതിനാണ് ഏറ്റവും കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫോർ ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം. ആർക്കൊക്കെയാണ്? ഗോൾഡിനും പ്ലാറ്റിനും എന്തുണ്ട്? ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി വളരെ അധികമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതും ചോദിക്കും കേട്ടോ. ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആർക്കാണുള്ളത്? അതേപോലെ തന്നെ എന്താണ്? ഹൈ ഹീറ്റ് കണ്ടക്ടിവിറ്റി ആർക്കാണുള്ളത്? ഈ രണ്ട് ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ശരിയാണെങ്കിൽ ഞാൻ എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്നതാണ്. തെറ്റാണെങ്കിൽ കറക്റ്റ് എന്താണെന്നും ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ എന്താണ് ചോദ്യം? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടത് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ലോഹം മെറ്റൽ ഏതാണെന്നും ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള ലോഹം മെറ്റൽ ഏതാണെന്നുമാണ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നമ്മുടെ വാട്ടർ എന്ന് പറയുന്ന, ജലം എന്ന് പറയുന്ന ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. 100% എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ്. ഇറ്റ് ഈസ് അബൌട്ട് ഹാർഡ് വാട്ടർ. ഓക്കെ, കഠിന ജലം എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആണ്. നമുക്ക് 2 സാമ്പിൾ വാട്ടർ തന്നിട്ടുണ്ട്, ജലം തന്നിട്ടുണ്ട്. ആദ്യത്തെ സാമ്പിളിന്റെ പ്രത്യേകത എന്താണ്? സോപ്പ് ഗിവ്സ് ലാത്തർ ഈസിലി. സോപ്പ് എളുപ്പത്തിൽ പതയുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ സാമ്പിളിന്റെ പ്രത്യേകത എന്താണ്? സോപ്പ് ഡസ് നോട്ട് ഗിവ് ലാത്തർ ഈസിലി. സോപ്പ് എളുപ്പത്തിൽ പതയുന്നില്ല. ആദ്യത്തെ ചോദ്യം എന്താണ്? വിച്ച് സാമ്പിൾ റെപ്രസെന്റ്സ് ഹാർഡ് വാട്ടർ? ഇവയിൽ ഏതാണ് കഠിന ജലം? നിങ്ങൾ അറിയില്ലെങ്കിൽ ഇപ്പം പഠിച്ചു വെച്ചോളൂ. ഹാർഡ് വാട്ടർ അഥവാ കഠിന ജലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതിനകത്ത് നമ്മൾ സോപ്പ് ഇട്ട് കലക്കുന്ന സമയത്ത് സോപ്പ് എന്ത് ചെയ്യില്ല? പതയില്ല. അത് ഏത് സോപ്പും ആവട്ടെ, ചന്ദ്രിക സോപ്പ് ആണെങ്കിലും എന്താണെങ്കിലും അതിനകത്ത് നമ്മൾ എത്ര മിക്സ് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യില്ല? സോപ്പ് വെള്ളത്തിൻ്റെ അകത്ത് പതയുന്നില്ലെങ്കിൽ അത് ഏത് ജലമാണ്? ഹാർഡ് വാട്ടർ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ആൻസർ ആയിട്ട് എന്താണ് എഴുതേണ്ടത്? സാമ്പിൾ 1 അല്ലേ? സാമ്പിൾ 1 അല്ല, സാമ്പിൾ 2 ആണ്. ഡസ് നോട്ട് ലാത്തർ അല്ലേ? സാമ്പിൾ 2 ആണ് ആൻസർ. അപ്പൊ ഇവിടെ 2 ആണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം എന്താണ്? വിച്ച് among the following salt causes hardness of water? എന്താണ്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ ജലകാഠിന്യത്തിന് കാരണമായ ലവണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2 തരത്തിലുള്ള ഹാർഡ്നെസ് ഉണ്ട്. ടെമ്പററി ഹാർഡ്നെസ്സും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഹാർഡ്നെസ് ആണ് പെർമനന്റ് ഹാർഡ്നെസ് അല്ലെ? താൽക്കാലിക കാഠിന്യവും സ്ഥിര കാഠിന്യവും ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ നമുക്ക് ഏത് കാഠിന്യമാണെന്ന് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടില്ല.
പകരം കാഠിന്യം വരണമെങ്കിൽ എന്തെല്ലാം സോൾട്ടുകളാണ് ആ ജലത്തിൽ ഉണ്ടാവേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോന്നായിട്ട് വായിക്കുക കേട്ടോ. സോഡിയം കാർബണേറ്റ് ഉണ്ട്, മെഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ട്, സിങ്ക് ഹൈഡ്രോക്സൈഡ് ഉണ്ട്, അമോണിയം ക്ലോറൈഡ് ഉണ്ട്. അതേപോലെ അമോണിയം ക്ലോറൈഡ് ഇത്രയും എക്സാമ്പിളാണ് തന്നത്. നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ബൈകാർബണേറ്റുകളും ക്ലോറൈഡുകളും സൾഫേറ്റുകളും ആരുടെയൊക്കെയാണ്? കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ആണെങ്കിൽ അവരെന്ത് ചെയ്യും? ഹാർഡ്നെസ് കോസ് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കണേ, കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ഏതാണ്? യെസ്, ബൈകാർബണേറ്റുകൾ, അതുപോലെ തന്നെ ക്ലോറൈഡുകൾ, സൾഫേറ്റുകളാണ് ഹാർഡ് വാട്ടറിന് കാരണക്കാരാവുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നു പേജ് നമ്പർ 240 അല്ലെങ്കിൽ എന്താ പറയുക 238 ആ ഒരു ഏജിൽ ആ ഒരു റേഞ്ചിലായിരിക്കും നിങ്ങളുടെ ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ടാവുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു പേജ് നമ്പർ ഞാൻ കറക്റ്റ് പറയുകയാണെങ്കിൽ 235. ഐ എം സോറി, ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 235ൻ്റെ അകത്ത് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? നമുക്ക് ഈ പറഞ്ഞ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ആൻസർ എന്താ വരുന്നത്? സോഡിയം കാർബണേറ്റ്. നമ്മൾ പറഞ്ഞോ സോഡിയം ബൈകാർബണേറ്റ് ആണോ അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് ആണോ? സോഡിയം അല്ല, കാൽഷ്യം ബൈകാർബണേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്. സോഡിയം കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കാർബണേറ്റ് കാണുമ്പോഴത്തേക്ക് മാർക്ക് ചെയ്യല്ലേ. കാൽഷ്യം ബൈകാർബണേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്, കാൽഷ്യം സൾഫേറ്റ്. മെഗ്നീഷ്യം ബൈകാർബണേറ്റ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം സൾഫേറ്റ്. ഇതാണ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്. ഇനി അടുത്തത് മെഗ്നീഷ്യം ക്ലോറൈഡ്. കറക്റ്റ് ആണ്, മെഗ്നീഷ്യം ക്ലോറൈഡ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നുണ്ട്. സിങ്ക് ഹൈഡ്രോക്സൈഡ് ഇല്ല, അമോണിയം ക്ലോറൈഡ് ഇല്ല. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ എന്താണ്? ഒരാൾ മാത്രമേ ഉള്ളൂ, അതാണ് മെഗ്നീഷ്യം ക്ലോറൈഡ് ആണ് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള വേറൊരു ഉദാഹരണം കൂടിയുണ്ട്. മെഗ്നീഷ്യം ക്ലോറൈഡും മെഗ്നീഷ്യം സൾഫേറ്റും കാൽഷ്യം ക്ലോറൈഡും കാൽഷ്യം സൾഫേറ്റും അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ടെമ്പററി ഹാർഡ്നെസ് ആണോ പെർമനന്റ് ഹാർഡ്നെസ് ആണോ എന്ന് ചോദിക്കാം. അത് എന്ത് ഹാർഡ്നെസ് ആയിരിക്കും? പെർമനന്റ് ഹാർഡ്നെസ് ആണ്. ബൈകാർബണേറ്റുകൾ, കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റുകൾ ആണെങ്കിൽ അവർ എന്തിന്റെ ഉദാഹരണമാണ്? ടെമ്പററി ഹാർഡ്നെസിന്റെ ഉദാഹരണമാണ് കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ്? ഏത് തരത്തിലുള്ള ജലകാഠിന്യമാണ് നമുക്ക് തിളപ്പിച്ചു മാറ്റാൻ സാധിക്കുന്നത്? ഇറ്റ് ഇസ് ടെമ്പററി ഹാർഡ്നെസ്. താൽക്കാലിക കാഠിന്യത്തിനെ മാത്രമേ തിളപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ആ ഹാർഡ്നെസ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ആ ഒറ്റ ടോപ്പിക്കിൽ വേണ്ട എല്ലാ ചോദ്യങ്ങളും ഇവിടെ ഉണ്ടടാ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കി മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക? എക്സാം ഹാളിലേക്ക് പോവുക കേട്ടോ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് ഇത്. ഈ ഒരു ഇമേജ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത്? ദ അറേഞ്ച്മെന്റ് ഷോയിങ് ദ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഇസ് ഗിവൺ ബിലോ. ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ ഗ്യാസസ് എ ആൻഡ് ബി. എ ബി എന്നീ വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ. നമുക്കറിയാം ജലം എന്ന് പറയുന്നത് H2O ആണ്. ഇതിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി അല്ലെ എന്താണ്? ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന സമയത്ത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് എന്താണ്? വിഘടിക്കുകയാണ് ചെയ്യുന്നത്, ഡീകമ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ. 2H2O gives 2H2 plus O2 എന്ന് നമുക്ക് എഴുതാം. ഇനി നിങ്ങൾ പറയാം എ ആണോ ബി ആണോ ഹൈഡ്രജന്? ഏതാണ് ഹൈഡ്രജനോ? വാട്ടർ മോളിക്യൂൾ നിങ്ങൾ എടുക്കുക. വാട്ടർ മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ആണുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു വാട്ടർ മോളിക്യൂൾ ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഹൈഡ്രജൻ അല്ലേ അവിടെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നോക്കുക, ഇവിടെ കൂടുതൽ ഗ്യാസ് ഉള്ളത് ഏതാണ്? അതെന്ന് പറയുന്നത് ഏതായിരിക്കും? ഒബ്വിയസ്ലി ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ ആണല്ലേ. ഓരോരോ വാട്ടർ മോളിക്യൂള് സ്പ്ലിറ്റ് ആകുമ്പോൾ ആലോചിക്കുക, കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? നെയിം ആൻഡ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ദ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഇൻ ആൻ കൺവീനിയന്റ് മാനർ. ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം എന്താണ്? സൗകര്യപൂർവ്വം നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേര് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ എന്ന് എഴുതി വെക്കരുത്. ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് ആൻസർ. കറക്റ്റ് ആൻസർ എന്താണ്? ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്റർ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിനകത്ത് വേണമെങ്കിൽ ഞാൻ പേജ് നമ്പർ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം ഞാൻ എടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ചതാണ്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 241 241 നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് 241 ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ അകത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്റർ. 1 മാർക്കിനൊക്കെ ചോദിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം 1 മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? മിസ് ചെയ്യരുത്. സോ ഇത്രയും ക്വസ്റ്റ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊരു ജനറൽ കോമൺ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വർഷവും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കൊറോഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ അല്ലേ. എന്താണ് ചോദ്യം? അയൺ ഇസ് എ മെറ്റൽ ദാറ്റ് കൊറോഡ് ഫാസ്റ്റ്ലി. ഇരുമ്പ് വളരെ വേഗം എന്താണ്? നാശനം സംഭവിക്കുന്ന ലോഹമാണ്. റൈറ്റ് എനി 2 സിറ്റുവേഷൻസ് ദാറ്റ് ഫേവർ കൊറോഷൻ ഓഫ് അയൺ. ഇരുമ്പ് തുരുമ്പിക്കുന്നത് വേഗത്തിലാക്കുന്ന
ഏതെങ്കിലും 2 സന്ദർഭങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്. തുരുമ്പ് പിടിക്കാനുള്ള റീസൺസ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ഒരുപാട് റീസൺസ് അറിയാം അല്ലേ? നമുക്ക് പറയാം മോയ്സ്ചർ പ്രസൻസ് പറയാം, മിനറൽസിന്റെ പ്രസൻസ് പറയാം, സോൾട്ടിന്റെ പ്രസൻസ് പറയാം, ആസിഡിന്റെ പ്രസൻസ് പറയാം. ഇതൊക്കെ നമുക്ക് അവിടെ പറയാവുന്നതാണ്. അടുത്തത് കോപ്പർ നെയിൽസ് ആർ പ്രിഫേർഡ് ടു അയൺ നെയിൽസ് ഇൻ കോസ്റ്റൽ ഏരിയാസ്. വൈ? സമുദ്ര തീരപ്രദേശങ്ങളിൽ ഇരുമ്പാണിക്ക് പകരം കോപ്പർ ആണിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്? കോപ്പറിനെ വെച്ച് നോക്കുമ്പോൾ അയൺ എന്താണ്? പെട്ടെന്ന് തുരുമ്പിക്കുന്ന വസ്തുവാണ് അല്ലെ? പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? അയണിന്റെ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ അയണിന്റെ സാധനങ്ങൾ നമ്മൾ കോസ്റ്റൽ ഏരിയാസിൽ നമ്മൾ അധികം ഉപയോഗിക്കാത്തത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എനി വൺ മെത്തേഡ് ടു പ്രിവെന്റ് ദ കൊറോഷൻ ഓഫ് അയൺ. ഇരുമ്പിന്റെ നാശനം തടയുന്നതിനുള്ള ഏതെങ്കിലും ഒരു മാർഗം എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആലോചിക്കുക. ഒന്നല്ല, നമുക്ക് 5-6 മാർഗങ്ങളുണ്ട്. 2 ഞാൻ പറയാം. ഒന്ന് ഗാൽവനൈസേഷൻ എഴുതാം, ഒന്ന് ആനോഡിങ് എഴുതാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് ഒരു 2 കൂടി നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യോ. തുടക്കത്തിൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഓൾറെഡി ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിരുന്നു, കമന്റ് ചെയ്യാൻ. അതും കമന്റ് ചെയ്യാം. അതിൻ്റെ കൂടെ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ഏതെങ്കിലും 2 മെത്തേഡ്, ഗാൽവനൈസേഷനും ആനോഡിങ്ങും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതല്ലാതെ വേറെ ഏതെങ്കിലും 2 മെത്തേഡ് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യും. നന്നായിട്ട് പഠിക്കുകയാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതേ ഉള്ളൂ A+ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവർക്കും എക്സാംസ് നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. ബൈ. സീ യു സൂൺ.